ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ പ്രോപ്പർട്ടീസും അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ കൂളംസ് ലോയും അതിന്റെ വെക്റ്റർ ഫോമും പിന്നെ ഒരു 3 ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ചാർജ് ക്രമീകരണവും എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അവസാനമായിട്ട് നമ്മൾ നിർത്തിയത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരച്ചിട്ടാണ്, വൈദ്യുത മണ്ഡല രേഖകൾ വരച്ചിട്ടാണ് നമ്മൾ ക്ലാസ് അവസാനിപ്പിച്ചത്. അതിന്റെ കൂടുതലായിട്ട് അതിന്റെ പ്രോപ്പർട്ടീസോ അതിന്റെ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിരുന്നില്ല. അപ്പൊ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മള് തുടങ്ങുന്നത് അത് വെച്ചിട്ടാണ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വെച്ചിട്ടാണ്. ഇതിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ നോക്കുന്നത്. അതായത് നമ്മൾ കെമിസ്ട്രി ഇപ്പോൾ ഈ കറണ്ട് മൊഡ്യൂള് നമ്മൾ ഫിസിക്സ് നിങ്ങൾക്ക് ലൈവും കെമിസ്ട്രിയുടെ ഒരു മൊഡ്യൂള് റെക്കോർഡും ആയിരിക്കും നമുക്ക് തരുന്നത്. ഇപ്പോൾ നാളെ റെക്കോർഡഡ് ക്ലാസ് ഒരു കെമിസ്ട്രിയുടെ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ ഈ മൊഡ്യൂള് കഴിഞ്ഞിട്ട് അടുത്തത് ഒരു കെമിസ്ട്രിയുടെ നമ്മൾ ലൈവ് ക്ലാസ്സും ഫിസിക്സിന്റെ റെക്കോർഡഡ്, അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, നാളെ നമ്മൾ കെമിസ്ട്രിയുടെ റെക്കോർഡഡ് ക്ലാസ് ആയിരിക്കും തരുന്നത്. നോട്ട്സ് ഇന്നിപ്പോൾ ഈവനിങ് ആകുമ്പോൾ ഞാൻ ഇത്തരത്തിൻ്റെ നോട്ട്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആയിട്ട് തരാം. പിന്നെ നമ്മൾ മൺഡേ ഒരു എക്സാം ഉണ്ടാവും. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് ക്ലാസ് എനിക്ക് തോന്നുന്നു നമ്മൾ വെബിനാർ കഴിഞ്ഞിട്ട്, വെബിനാറിൽ ജസ്റ്റ് ഒരു ലോസ് ഓഫ് മോഷൻ്റെ ഒരു കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഉൾപ്പെട്ടിട്ട് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സും അതുപോലെ നാളെ എടുക്കുന്ന കെമിസ്ട്രിയും സാറ്റർഡേത്തെ ക്ലാസ്സും വെച്ചിട്ട് നമ്മൾ സാറ്റർഡേ വരെ ഉണ്ടാവും, സൺഡേ ക്ലാസ് ഉണ്ടാവില്ല, മൺഡേ എക്സാം ആയിരിക്കും. പിന്നെ നമ്മൾ ട്യൂസ്ഡേ തൊട്ട് ഇതേപോലെ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യും. ഞാനപ്പോൾ ഒരു ഷെഡ്യൂളും ഗ്രൂപ്പിൽ ഇട്ടേക്കാം. നമ്മുടെ സ്റ്റുഡൻസ് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഒരു ആഴ്ചക്കുള്ള ഒരു ഷെഡ്യൂള് ഗ്രൂപ്പിലിടും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ക്ലാസ് 8 മണിക്ക് തന്നെ ആയിരിക്കും ലൈവ് ഉള്ള ദിവസങ്ങളിലുള്ളത്. ലൈവിൻ്റെ ദിവസവും ഞാനത് ഷെഡ്യൂൾ ചെയ്ത് ടൈം ടേബിളായിട്ട് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ 3 കാര്യങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന്, പോസിറ്റീവ് ചാർജ് വരുമ്പോൾ അതിന്റെ രേഖകൾ പുറത്തേക്കായിരിക്കും ദിശ വരുന്നത്. നെഗറ്റീവ് ചാർജ് ആകുമ്പോൾ അതിന്റെ രേഖകളിലെ ദിശ വരുന്നത് അകത്തേക്കായിരിക്കും. പിന്നെ 2 പോസിറ്റീവ് ചാർജ് തമ്മിലുള്ള മണ്ഡല രേഖകൾ നമ്മൾ വരച്ചിരുന്നു. 2 നെഗറ്റീവ്, ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഈ 4 എണ്ണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വരച്ചതാണ്. ഇതിന്റെ കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫിഗറായിട്ട് വരയ്ക്കാനില്ല. അപ്പോൾ ഒന്ന്, നമുക്കിപ്പോൾ ഈ ഫീൽഡ് ലൈൻസിൽ നമ്മൾ ഇലക്ട്രിക് ഫോഴ്സിന്റെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പോയിന്റ് ചാർജ് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ക്യൂ എന്ന് പറയുന്ന ഒരു പോയിന്റ് ചാർജ് ഉണ്ട്. ഈ ചാർജിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, ഇലക്ട്രിക് ഫീൽഡിന്റെ ഫോഴ്സ് ഉണ്ടാവും. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫീൽഡ് ലൈൻസ് നമ്മൾ വരയ്ക്കുന്നത്. ഞാനിപ്പോൾ ഇത് പുറത്തേക്ക് ഡയറക്ഷനാണ്. അപ്പോൾ ഇത് അതിന്റെ മീനിങ് ഇത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചാർജ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫീൽഡ് ലൈൻസ് വളരെ അടുത്തടുത്താണ് ഫീൽഡ് ലൈൻസ് എങ്കിൽ, അതായത് ഇപ്പോൾ ഒരു യൂണിഫോം ഫീൽഡ് ആണെന്ന് വിചാരിക്കുക. കുറേ പോസിറ്റീവ് ചാർജ് വന്നിട്ട് നമ്മളൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കുകയാണ്. അതായത് സ്ഥിത വൈദ്യുത മണ്ഡല യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ സ്ഥിത വൈദ്യുത മണ്ഡലം. അപ്പൊ ഇതിനകത്ത് നമുക്കിപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ലൈൻസ് വളരെ അടുപ്പിച്ചിട്ടാണ് വരയ്ക്കുന്നത് എങ്കിൽ ഈ ഏരിയയിൽ വളരെ അടുപ്പിച്ചിട്ടാണ് ലൈൻസ് വരയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് വിട്ടുവിട്ടിട്ടാണ്. ഇതിന് മീനിങ് ഈ വളരെ അടുപ്പിച്ചിട്ടുള്ള സ്ഥലത്ത് എന്തായിരിക്കും,
ഈ വൈദ്യുത എന്താ പറയുക ഇലക്ട്രിക് ഫീൽഡിന്റെ ഫോഴ്സിന്റെ ബലം ഇലക്ട്രിക് ഫോഴ്സ് കുറവായിരിക്കും, കൂടുതലായിരിക്കും. ഈ അടുപ്പിച്ചടുപ്പിച്ച് വരച്ച സ്ഥലത്ത് ഫോഴ്സ് കൂടുതലായിരിക്കും. വളരെ അകന്ന് ഞാൻ ലൈൻസ് വരയ്ക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഇലക്ട്രിക് ഫോഴ്സ് എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പൊ നമുക്ക് ആ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എവിടെയാണ് ഇലക്ട്രിക് ഫോഴ്സ് വൈദ്യുത ബലം കൂടുതൽ, അതേപോലെ എവിടെയാണ് അത് കുറവെന്നുള്ളത്. ആ മണ്ഡല രേഖകളുടെ എന്താ പറയാ സാന്ദ്രത അനുസരിച്ച് ഒരുപാട് അടുപ്പിച്ചാണ് വരയ്ക്കുന്നതെങ്കിൽ ബലമണ്ഡലം കൂടുതലായിരിക്കും. വളരെ അകന്നാണ് വരയ്ക്കുന്നതെങ്കിൽ അത് ബലമണ്ഡലം കുറവായിരിക്കും. അപ്പൊ അത് ആദ്യം നിങ്ങൾ ഫിഗറിൽ നോക്കിയിട്ട് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോൾ ഈ വരച്ചത് തന്നെ സ്ഥിത വൈദ്യുത മണ്ഡലം വരയ്ക്കുന്നത് നേർരേഖകളായിട്ടാണ്, സമാന്തര രേഖകളായിട്ടാണ് സ്ഥിത വൈദ്യുതം. അതായത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ ലൈൻസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് പാരലൽ ലൈൻസ് ആയിട്ടാണ്. അപ്പൊ എങ്ങനെയാണ് അത് പെർപെൻഡിക്കുലർ ആണോ പാരലൽ ആണോ എന്നുള്ള രീതിയിൽ ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്, സമാന്തര രേഖകളായിട്ടാണ്, പാരലൽ ലൈൻസ് ആയിട്ടായിരിക്കും ഏതിന്റെ വരുന്നത്, സ്ഥിത വൈദ്യുത മണ്ഡലം സ്ഥിത വൈദ്യുതം എന്ന് വെച്ചാൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇതിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെയാണ്, പാരലൽ ലൈൻസ് ആയിട്ടായിരിക്കും. പാരലൽ ലൈൻസ് അതായത് സമാന്തര രേഖകളായിട്ടായിരിക്കും വരയ്ക്കുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, നമ്മളിവിടെ ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ എന്താ പറയാ ഇന്റൻസിറ്റിയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്റൻസിറ്റി ഫോഴ്സ് കൂടുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും, ലൈൻസ് അടുപ്പിച്ചടുപ്പിച്ചായിരിക്കും. അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെ ലൈൻ ഡെൻസിറ്റി കൂടുതലായിരിക്കും. അപ്പൊ ഇന്റൻസിറ്റിയും ഈ ലൈനിന്റെ ഡെൻസിറ്റിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ ഞാനത് ആദ്യം മലയാളത്തിൽ എഴുതിയിട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞുതരാം. അതായത് മണ്ഡല രേഖകളുടെ എന്തായിരിക്കും, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ സാന്ദ്രതയാണ്, രേഖകളുടെ സാന്ദ്രത എന്തിന് നേരെ അനുപാതത്തിലായിരിക്കും, ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വൈദ്യുത മണ്ഡല തീവ്രത. അപ്പോൾ ഫീൽഡ് ലൈൻസിന്റെ ഡെൻസിറ്റി, ലൈൻ ഡെൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഇത് നോക്കി വെക്കുക, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. പിന്നെ നമ്മൾ വരച്ചപ്പോൾ എങ്ങനെയായിരുന്നു, ഇപ്പം ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ച ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ചാർജ് വന്നു. അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാം വരയ്ക്കുന്നില്ല, ഇവിടെ നമ്മൾ വരച്ചപ്പോൾ എങ്ങനെയായിരുന്നു, സ്ട്രെയിറ്റ് ലൈനിന് പകരം എങ്ങനെയായിരുന്നു, ഒരു കർവ്ഡ് ആയിട്ടുള്ള ലൈൻസ് ആയിരുന്നു. മാത്രമല്ല എവിടെയും കൂട്ടിമുട്ടുന്നില്ല, ഈ ലൈൻസ് തമ്മിൽ വരയ്ക്കുമ്പോൾ കൂട്ടിമുട്ടുന്നില്ല, സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഒരു കർവ് ആയിട്ടായിരുന്നു. അപ്പൊ നമുക്ക് എങ്ങനെയും പറയാം, ഈ മണ്ഡല രേഖകൾ, വൈദ്യുത മണ്ഡല രേഖകൾ എങ്ങനെയായിരിക്കുന്നത്, കണ്ടിന്യൂസ് കർവാണ്. അതായത് തുടർച്ചയായ വക്രരേഖകളാണ്. രേഖകൾ എങ്ങനെയാണ് ഇരിക്കുന്നത്, തുടർച്ചയായ വക്രരേഖകളായിട്ടാണ്, കണ്ടിന്യൂസ് കർവായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നെ ഒരിക്കലും രണ്ട് മണ്ഡല രേഖകൾ, രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ടച്ച് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ രണ്ടുപേരും കൂടി ക്രോസ് ചെയ്യുന്നില്ല. ടച്ച് ചെയ്യുന്നില്ല എന്നല്ല, രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്രോസ് ചെയ്യുന്നില്ല, ഇന്റർസെക്ട് ചെയ്യുന്നില്ല. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കുക. രണ്ട് മണ്ഡല രേഖകൾ പരസ്പരം ഇന്റർസെക്ട് ചെയ്യുന്നില്ല, പരസ്പരം ഖണ്ഡിക്കുന്നില്ല. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഇവിടെ നമ്മൾ പോസിറ്റീവിൽ നിന്ന് തുടങ്ങിയിട്ട് നെഗറ്റീവിലാണ് ഏത് വരുന്നത്, ആ മണ്ഡല രേഖകളുടെ ഡയറക്ഷൻ, ദിശ വരുന്നത്. അപ്പോൾ
കോൺസ്റ്റന്റ് ഇലക്ട്രിക് ഫീൽഡ് എവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക? പോസിറ്റീവ് ചാർജിൽ നിന്ന് ആരംഭിച്ച് നെഗറ്റീവ് ചാർജിൽ അവസാനിക്കുന്ന പോലെയാണ് അതിന്റെ ദിശ വരുന്നത്. എങ്ങനത്തെയാണ് കോൺസ്റ്റന്റ് ഇലക്ട്രിക് ഫീൽഡ്? സ്ഥിത മണ്ഡല രേഖകൾ അല്ലെങ്കിൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജിൽ നിന്ന് നെഗറ്റീവ് ചാർജിലായിരിക്കും. പിന്നെ ഒരിക്കലും ഇതിന്റെ ഇപ്പൊ നമ്മൾ നേരത്തെ ഇപ്പൊ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ വരച്ചല്ലോ, പാരലൽ ലൈൻസ് വരച്ചല്ലോ, അതൊരിക്കലും ക്ലോസ്ഡ് ആയിരിക്കില്ല. ഒരിക്കലും അടഞ്ഞ ഒരു വലയങ്ങളായിരിക്കില്ല, ക്ലോസ്ഡ് ലൂപ്പ് ആയിരിക്കില്ല. അതിങ്ങനെ ഓപ്പൺ ലൂപ്പ് ആയിട്ടായിരിക്കും യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ ലൈൻസ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പൊ ആ രണ്ട് കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യാം. ഏതൊക്കെയായിരുന്നു? സെക്കൻഡ്. അപ്പൊ എന്തായിരുന്നു? ഒന്നാമത്തെ പോയിന്റ് ഏതിൽ നിന്നായിരുന്നു? കോൺസ്റ്റന്റ്, അതായത് സ്ഥിത മണ്ഡല രേഖകൾ പോസിറ്റീവിൽ നിന്ന് ആരംഭിച്ച് നെഗറ്റീവ് ചാർജിൽ അവസാനിപ്പിക്കുന്നു. നെഗറ്റീവിൽ അവസാനിക്കും. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൂണിഫോം ഈ സ്ഥിത മണ്ഡല രേഖകളിൽ എങ്ങനെയായിരിക്കും? ഒരിക്കലും അടഞ്ഞ വലയമല്ല. അതായത് ക്ലോസ്ഡ് ലൂപ്സ് അല്ല. ഇത്രയും കാര്യങ്ങൾ ഇത്രയും ഫീൽഡ് ലൈൻസിന്റെ പ്രത്യേകതകളാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ചതും കൂടി ആലോചിക്കുക. പോസിറ്റീവിൽ നിന്ന് പുറത്തേക്കാണ്, നെഗറ്റീവ് ഉള്ളിലേക്കാണ്. പിന്നെ എങ്ങനെയായിരിക്കും ഈ ഫോഴ്സ് കൂടിയിട്ടുള്ള റീജിയൻസിൽ, ബലം കൂടിയിട്ടുള്ള സ്ഥലത്ത് ഈ സ്ഥിത വൈദ്യുതത്തിന്റെ നമ്മൾ മണ്ഡലരേഖകളെ വളരെ അടുപ്പിച്ചിട്ടായിരിക്കും. അതേ സമയത്ത് ഈ വൈദ്യുത ബലം കുറഞ്ഞ സ്ഥലത്ത് ഇതിന്റെ മണ്ഡലരേഖകൾ അകന്നകന്നായിരിക്കും. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലെ സ്ഥിത വൈദ്യുത മണ്ഡലം എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം? വരയ്ക്കുന്നത് സമാന്തര രേഖകളായിട്ടാണ്, പാരലൽ ലൈൻസ് ആയിട്ടാണ്. മാത്രമല്ല അതൊരിക്കലും അടഞ്ഞ വലയമല്ല, ക്ലോസ്ഡ് ലൂപ്സ് അല്ല. അത് എവിടെ നിന്ന് ആരംഭിക്കുന്നു, എവിടെ നിന്ന് അവസാനിക്കുന്നു? പോസിറ്റീവ് ചാർജിൽ നിന്ന് ആരംഭിച്ച് നെഗറ്റീവ് ചാർജിൽ അവസാനിക്കുന്നു. ഏതാണ്? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, സ്ഥിത വൈദ്യുത മണ്ഡല രേഖകൾ. പിന്നെ മണ്ഡലരേഖകളുടെ ഡെൻസിറ്റി, ലൈൻ ഡെൻസിറ്റി, സാന്ദ്രത എന്തിന് നേരെ അനുപാതത്തിലായിരിക്കും? അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, വൈദ്യുത മണ്ഡല തീവ്രതയ്ക്ക് നേരെ അനുപാതത്തിലായിരിക്കും. ഇന്റൻസിറ്റി കൂടുന്നതനുസരിച്ചിട്ട് സാന്ദ്രത എന്ന് വെച്ചാൽ ലൈൻസ് വളരെ കൂടുതൽ ലൈൻസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഇന്റൻസിറ്റി, തീവ്രത കുറയുന്നതനുസരിച്ചിട്ട് വളരെ അകന്നകന്നായിരിക്കും രേഖകൾ വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതൊരിക്കലും എന്താ പറയാ, തുടർച്ചയായ കണ്ടിന്യൂസ് കർവാണ്. സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കില്ല നമ്മൾ ഒരു പോയിന്റ് ചാർജ് ചെയ്യുന്ന വരുന്നത്. സ്ട്രെയിറ്റ് ലൈൻ ആകെ കിട്ടുന്ന ഏതാ? യൂണിഫോം സ്ഥിത വൈദ്യുത മണ്ഡലത്തിൽ മാത്രമാണ് നമ്മൾ സമാന്തര രേഖകളായിട്ട് വരയ്ക്കുന്നത്. അല്ലാത്ത സ്ഥലത്തെല്ലാം എങ്ങനെയായിരിക്കും? തുടർച്ചയായിട്ടുള്ള വക്രരേഖകൾ, കണ്ടിന്യൂസ് കർവ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ നോ ടു ഫീൽഡ് ലൈൻസ് ഇന്റർസെക്ട് ഈച്ച് അതർ. രണ്ട് മണ്ഡല രേഖകൾ ഒരിക്കലും പരസ്പരം തൊടുന്നില്ല അല്ലെങ്കിൽ ഖണ്ഡിക്കുന്നില്ല, ഇന്റർസെക്ട് ചെയ്യുന്നില്ല. ഇത്രയും കാര്യങ്ങൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ഇന്റൻസിറ്റി എന്താണെന്ന് നോക്കിയിട്ട് പൊട്ടൻഷ്യലിലേക്കാണ് നമ്മൾ പഠിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. തീവ്രത. ആദ്യം ഞാൻ അതിന്റെ ഇക്വേഷൻ എഴുതാം. റെപ്രസെന്റ് ചെയ്യുന്ന E is equal to F divided by Q. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ വരുന്നത്. F എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈദ്യുത ബലമാണ്.
ക്യൂ ചാർജ് ആണ് വരുന്നത്. നമ്മളിപ്പോൾ ഇതിന് വെക്ടർ എന്ന രീതിക്കാണ് ഈ ആരോ മാർക്ക് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ വെക്ടറിനെ നമുക്ക് എന്ത് പറയാം, ഇതിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് പറയുമ്പോൾ പ്രോപ്പർട്ടീസ് ഒരു സദിശ അളവാണ്. സദിശ അളവ് എന്ന് വെച്ചാൽ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. സദിശവും അദിശവുമാണ്. അദിശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കെയിലാർ ആണ് കേട്ടോ. അദിശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കെയിലാർ ആണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, ഒരു സദിശ അളവാണ്. ഇതിന്റെ യൂണിറ്റ് വരുന്നത് എന്തായിരിക്കും, നമുക്ക് ഇതിൽ നിന്ന് തന്നെ യൂണിറ്റ് കിട്ടും. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ചാർജിന്റെ കൂളംബ് ആണ്. അപ്പൊ ന്യൂട്ടൺ പെർ കൂളംബ് ആണ് യൂണിറ്റ് വരുന്നത്. ഇതേ നിങ്ങളെ ഡയമെൻഷനും കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഡയമെൻഷൻ കണ്ടുപിടിക്കാനായിട്ട് അറിയാമോ നിങ്ങൾക്ക്? അതിൻ്റെ ഒരു ക്ലാസ്സും കൂടി എടുക്കാം. ചിലതിൻ്റെ ഡയമെൻഷൻ ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എം എൽ a⁻⁻1. ഞാനിപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ എങ്ങനെയാണ് വരുന്നതെന്നൊന്ന് പറഞ്ഞു പോകാം. അപ്പോൾ അതായത് ഡയമെൻഷൻ വരുന്നത് നമുക്കിവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വൈദ്യുത മണ്ഡലത്തിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷനിൽ എന്താണ്, ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ചാർജിൻ്റെ ഡയമെൻഷൻ. ഫോഴ്സിന്റെ ഡയമെൻഷൻ ഞാൻ കണ്ടുപിടിക്കുന്ന രീതിയും പറഞ്ഞുതരാം. ഫോഴ്സിന്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ എന്താ, ഫോഴ്സ് F = ma ആണ് ഇക്വേഷൻ. അപ്പോൾ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡിവൈഡഡ് ബൈ ചാർജ്. കറണ്ടിൽ നിന്നാണ് ഇക്വേഷൻ വരുന്നത്. കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ചാർജ് ബൈ ടൈം ആണ്. അപ്പോൾ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഇൻറ്റു ടൈം ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ക്യൂവിന് പകരം കറണ്ട് ഇൻറ്റു ടൈം കൊടുക്കുന്നു. ഇനി ഓരോന്നിൻ്റെയും നമുക്ക് ഡയമെൻഷൻ. മാസിന്റെ ഡയമെൻഷൻ എന്താണ്, m⁻1 ആണ്. ആക്സിലറേഷന്റെ ഡയമെൻഷൻ കിട്ടാനായിട്ട് ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ എന്തൊരു വെലോസിറ്റി ബൈ ടൈം ആണ്. വെലോസിറ്റി നമുക്ക് എങ്ങനെ എഴുതാം, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പോൾ ആക്സിലറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, ഡിസ്റ്റൻസ് ബൈ ടൈം സ്ക്വയർ എന്ന് എഴുതാം. ഡിസ്റ്റൻസിനെ ഞാൻ L എന്ന് എഴുതാണ്, ടൈം സ്ക്വയർ താഴെയല്ലേ കിടക്കുന്നത്. അപ്പോൾ t⁻⁻2 എന്ന് എഴുതാണ്. താഴെ കറണ്ടിന്റെ ഡയമെൻഷൻ ആംപിയർ ക്യാപിറ്റൽ A ആണ്. ഇവിടെ ടൈമിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ T ആണ്. ഇത് ഒരുമിച്ച് എഴുതുമ്പോൾ എന്ത് വരും, മാസ് എഴുതി, L എഴുതി. ഓക്കെ, ഈ T മുകളിലേക്ക് വരുമ്പോൾ -1 വരും. അപ്പോൾ ഓൾറെഡി ഇവിടെ -2 ഉണ്ട്. -1ഉം -2ഉം -3 വരും. കറണ്ടിന്റെ ആംപിയർ മുകളിലേക്ക് വരുമ്പോൾ a⁻⁻1. ഇങ്ങനെയാണ് ഡയമെൻഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇതേപോലെ പറഞ്ഞു പോകാം. അപ്പോൾ അല്ലാതെ ഡയമെൻഷന് വേറെ സ്പെഷ്യലായിട്ട് ക്ലാസ് വേണമെന്നില്ല. ബേസിക് ആയിട്ടുള്ള ഡയമെൻഷൻസ് ഞാൻ നിങ്ങൾക്ക് നോട്ട്സിൽ തരാം. അപ്പോൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള പഠിച്ചു വെച്ചാൽ മതി. എല്ലാ ഡയമെൻഷനും നമ്മൾ ഓർത്ത് വെക്കണം എന്നില്ല. ഫോഴ്സിന്റെ ഡയമെൻഷൻ ഓർത്ത് വെക്കുക, അതുപോലെ വെലോസിറ്റി, ആക്സിലറേഷൻ, ഇതെല്ലാം ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ബാക്കിയുള്ള അതിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇവിടുത്തെ വൈദ്യുത മണ്ഡല തീവ്രതയുടെ ഡയമെൻഷൻ ഇത് വരും. ഇനി അത് കണ്ടുപിടിക്കാൻ ഓർക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. ഇക്വേഷനിൽ നിന്ന് വന്ന രീതി നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഇക്വേഷൻ എന്തായിരുന്നു, വൈദ്യുത മണ്ഡല തീവ്രത E=F ഡിവൈഡഡ് ബൈ Q എന്നാണ്. അതായത് നമുക്ക് എങ്ങനെ പറയാം, ഒരു വൈദ്യുത മണ്ഡലത്തിൽ, അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഞാൻ വരയ്ക്കുകയാണ്. ഇത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സ്ഥിത വൈദ്യുത മണ്ഡലമാണ്. ഇവിടെ ഒരു പോയിന്റ് P എന്നൊരു പോയിന്റ് ഉണ്ട്. അപ്പോൾ എന്താണ് ഈ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പോയിന്റിൽ ഒരു പോസിറ്റീവ് ചാർജ് കൊണ്ടുള്ള ഫോഴ്സ് എന്താണോ അതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ഏതെങ്കിലും ഒരു വൈദ്യുത മണ്ഡലത്തിൽ, അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇരിക്കുന്ന ഒരു പോയിന്റിൽ
ഈ പോയിന്റിൽ ഒരു പോസിറ്റീവ് ചാർജ് കൊണ്ട് എന്ത് ഫോഴ്സ് ആണോ ഉണ്ടാവുന്നത് അതിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? അതാണ് ഫോഴ്സ് ബൈ ചാർജ് എന്ന് എഴുതിയത്. അപ്പൊ നമുക്ക് എങ്ങനെ ഇതിന്റെ ഡെഫിനിഷൻ എഴുതാം? ഒരു വൈദ്യുത മണ്ഡലത്തില് ഉള്ള ഒരു ചെറുതാക്കിട്ട് തരാറുണ്ട്. ഒരു ബിന്ദുവില് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കൊണ്ട്, അതിന്റെ വാല്യൂ 1 ആയിരിക്കും, പക്ഷെ ചാർജ് പോസിറ്റീവ് ആയിരിക്കും. യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കൊണ്ട് പ്രയോഗിക്കുന്ന ബലം, ചാർജ് കൊണ്ടുള്ള ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഇക്വേഷൻ ഇതാണ് വരുന്നത്. യൂണിറ്റും ഡയമെൻഷനും എല്ലാം നോട്ട് ചെയ്ത് വെക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഇക്വേഷനും കൂടി ഞാൻ തരാം. ഇതിപ്പോ നമ്മൾ ഒരു പോയിന്റ് അല്ലെ ഈ ഫോഴ്സിന്റെ ഇക്വേഷൻ കൊടുക്കുമ്പോൾ, ഫോഴ്സിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നമ്മളിപ്പോ 2 ചാർജ് ഇവിടെ എടുത്തു, ക്യൂ എടുത്തു, ഒരു ചാർജ് ക്യൂ എടുത്തു, ഡിസ്റ്റൻസ് r ആണ് എങ്കിൽ എന്താണ് ഇലക്ട്രിക് ഫോഴ്സ് എന്ത് വരും? വൈദ്യുത ബലം എന്ത് വരും? നമുക്ക് 1/4πε0 Q ഡിവൈഡഡ് ബൈ r². ഇതാണ് ഫോഴ്സിന്റെ ഇക്വേഷൻ വരുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ അത് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ ഓൾറെഡി ഇവിടെ ഒരു താഴെ ഒരു ക്യൂ ഉണ്ട്. അപ്പൊ ഈ ക്യൂ ആയിട്ട് അത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഇക്വേഷൻ എന്ത് കിട്ടും? 1/4πε0 Q/r² വരും. ഇതാണ് ഒരു പോയിന്റ് ചാർജ് കൊണ്ടുള്ള വൈദ്യുത മണ്ഡല തീവ്രത, ഒരു പോയിന്റ് ചാർജ് കൊണ്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി വരുന്നത്. അപ്പൊ ഇത് എന്തിന്റെയാണ്? ഒരു പോയിന്റ് ചാർജിന്റെ ഇന്റൻസിറ്റിയാണ്, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയാണ്. പോയിന്റ് ചാർജിന്റെ തീവ്രതയുടെ ഇക്വേഷനാണ്. അത് നോട്ട് ചെയ്ത് വെക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് 6 ക്വസ്റ്റ്യനിൽ തരാം. 1/4πε0ന്റെ വാല്യൂ എന്തായിരുന്നു? ഓർമ്മയുണ്ട്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. 1/4πε0 നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് എളുപ്പത്തിന് നമുക്ക് 9 × 10⁻⁹ എന്നൊരു വാല്യൂ പഠിച്ചു വെക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് 6 തന്നിട്ടുണ്ടാവും. ഇതിൽ നിന്ന് ക്യൂ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ക്യൂ തന്നിട്ട് ഈ കണ്ടുപിടിക്കാനോ അങ്ങനെ എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ഇട്ടിട്ട് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അപ്പോൾ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇത്രയും നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. വൈദ്യുത മണ്ഡല ബലം, വൈദ്യുത മണ്ഡല രേഖകൾ, വൈദ്യുത മണ്ഡല തീവ്രത, ഈ 3 കാര്യങ്ങളും ബലത്തിന്റെ ഇക്വേഷൻ വന്നത് കൂളംസ് നിയമത്തിൽ നിന്നാണ്. പിന്നെ ചാർജ്, ഇതിന്റെ എല്ലാം പ്രത്യേകതകളാണ് പറഞ്ഞത്. ഇനി നമ്മൾ നോക്കുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ്. പൊട്ടൻഷ്യൽ എനർജി അല്ല, ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ് നമ്മൾ നോക്കുന്നത്. പൊട്ടൻഷ്യൽ തന്നെയാണ് മലയാളത്തിൽ ഇപ്പോൾ പറയുന്നത് കേട്ടോ. പൊട്ടൻഷ്യൽ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, വൈദ്യുത പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പൊ ആദ്യം ഇതിന്റെ ഇക്വേഷൻ ഞാൻ എഴുതാം. വി ആണ് ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ലെറ്റർ വരുന്നത്, ഇസ് ഈക്വൽ ടു W/Q. W വർക്കാണ്. ഇതാണ് ഇക്വേഷൻ വരുന്നത്. W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കാണ്, Q എന്ന് പറയുന്നത് ചാർജാണ്. വർക്ക് എന്ന് വെച്ചാൽ പ്രവൃത്തി. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോട്ട് ചെയ്യേണ്ടത് യൂണിറ്റ് എന്ത് വന്നു? വർക്കിന്റെ യൂണിറ്റ് ജൂളാണ്, ചാർജിന്റെ യൂണിറ്റ് കൂളംബാണ്. യൂണിറ്റ് ജൂൾ പെർ കൂളംബാണ്. നോട്ട് ചെയ്ത് വെക്കുക, യൂണിറ്റ് ജൂൾ പെർ കൂളംബ്. നമുക്കിനി ഡയമെൻഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഡയമെൻഷൻ കണ്ടുപിടിക്കാനായിട്ട് എങ്ങനെ വരും ഡയമെൻഷൻ? നമുക്ക് പൊട്ടൻഷ്യൽ ഡയമെൻഷൻ കാണാനായിട്ട് വർക്കിന്റെ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ചാർജിന്റെ ഡയമെൻഷൻ. വർക്ക് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാം? വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ചെറിയ ചെറിയ ഇക്വേഷൻസ് ചെയ്താട്ടോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും. വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്.
അപ്പം എനിക്ക് എങ്ങനെ എഴുതാം? വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ഇൻറ്റു ഡിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ചാർജ്. ഫോഴ്സ് ഞാൻ നേരത്തെ എഴുതിയിരുന്നു, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻറ്റു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ചാർജ്. ഇതിൻ്റെയൊക്കെ ഡയമെൻഷനാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം? മാസിൻ്റെ ക്യാപിറ്റൽ എം, ആക്സിലറേഷൻ നേരത്തെ നമ്മൾ എഴുതിയതാണ് എൽ t⁻². ഡിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ എന്താണ്? ലെങ്ത് ആണ് അളക്കുന്നത് എൽ. ചാർജിനെ നമ്മൾ കഴിഞ്ഞ തവണ എഴുതിയതാണ് കറണ്ട് ഈക്വൽ ടു ചാർജ് ബൈ ടൈം ആണ്. ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഇൻറ്റു ടൈം ആണ്. ഡയമെൻഷൻ എഴുതുമ്പോൾ എ ഇൻറ്റു ടി, ആംബിയർ ഇൻറ്റു ടൈം ആണ്. അപ്പോൾ ഇവിടെ ആംബിയർ ഇൻറ്റു ടൈം ഒരുമിച്ച് എഴുതുമ്പോൾ എന്ത് വരും? എം എൽ. ഈ ടി ന്യൂമറേറ്ററിൽ വരുമ്പോൾ t⁻² വരും. എം ഇവിടെ എൽ ഉണ്ട്, എല്ലിൻ്റെ വില L², t⁻³ ഈ എ എഴുതുമ്പോൾ a⁻². ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യലിൻ്റെ ഡയമെൻഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങളും ബേസിക് ആയിട്ടുള്ളത് പഠിച്ചു പോവാം. ഓക്കെ, ഇനി ഇത് അദിശമാണോ സദിശമാണോ, വെക്ടർ ആണോ സ്കെയിലർ ആണോ എന്നുള്ളതും കൂടി ഒന്ന് നോട്ട് ചെയ്യാം നമുക്ക്. പിന്നെ അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് പറഞ്ഞു പോകാം. പൊട്ടൻഷ്യൽ ഇവിടെ നമ്മൾ വെക്ടർ ഒന്നും ഇട്ടിട്ടില്ല, വർക്ക് ബൈ ചാർജ് ആണ്. ഇതൊരു അദിശ അളവാണ്, അതായത് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഇവിടെ പൊട്ടൻഷ്യൽ സ്കെയിലാർ ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വെക്ടർ ആണ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ സ്കെയിലാർ ആണ്. ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ ഒന്ന് പഠിച്ചു പോകണം കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അതായത് ഞാൻ ഇക്വേഷൻ ഇവിടെ എഴുതാം, എന്നിട്ട് ഡെഫിനിഷനിലോട്ട് പോകാം. V is equal to വർക്ക് ബൈ ചാർജ് ആണ്. പൊട്ടൻഷ്യൽ എന്താണെന്ന് പറയുന്നത് അതായത് ഒരു കോൺസ്റ്റന്റ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു സ്ഥലത്ത് സ്ഥിത വൈദ്യുത മണ്ഡലത്തിൽ ഒരു പോയിന്റ് ഉണ്ട്. ഇപ്പം ഞാൻ വരയ്ക്കുന്നത് ഇത് കോൺസ്റ്റന്റ് ഇലക്ട്രിക് ഫീൽഡ് ഉള്ള ഒരു റീജിയൻ ആണ്. സ്ഥിത വൈദ്യുത മണ്ഡലം ഉള്ള ഒരു ഏരിയ. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് പി. ഓക്കെ, ഈ ബിന്ദുവിലേക്ക്, ഈ ഒരു പോയിന്റിലേക്ക് അനന്തത ഇൻഫിനിറ്റിയിൽ നിന്ന്, അതായത് വളരെ ദൂരത്തു നിന്ന്, ഇൻഫിനിറ്റിയിൽ നിന്ന് അനന്തതയിൽ നിന്ന് ഒരു പോസിറ്റീവ് ചാർജ് കൊണ്ടുവരാണ്. അപ്പോൾ അനന്തതയിൽ നിന്ന് ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോസിറ്റീവ് ചാർജ് ഞാൻ ഒരു ബിന്ദുവിലേക്ക്, ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാണ്. ആ പോയിന്റ് ഇരിക്കുന്ന എന്തിലാണ്? സ്ഥിത വൈദ്യുത മണ്ഡലത്തിലാണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുന്ന ഒരു പോയിന്റിലേക്ക് ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കൊണ്ടുവരാണ്. അത് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യേണ്ട വർക്ക്, അത് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യേണ്ട പ്രവൃത്തി, അതിന്റെ അളവാണ്, അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താ, ഞാൻ ആദ്യം ഇംഗ്ലീഷിൽ എഴുതാം. വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് from infinity to a point in uniform electric field. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സ്ഥിത വൈദ്യുത മണ്ഡലത്തില് ഒരു ബിന്ദുവിലേക്ക് ഇൻഫിനിറ്റിയിൽ നിന്ന്, അനന്തതയിൽ നിന്ന്, അത് വളരെ ദൂരം എന്നാണ് ഉദ്ദേശിക്കുന്നത്,
അനന്തതയിൽ നിന്ന് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കൊണ്ടുവരാനുള്ള പ്രവൃത്തി, വർക്ക്. ഇതിനെയാണ് പൊട്ടൻഷ്യൽ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഒത്തിരി എന്താ പറയാ, ഒരു പോയിന്റിലേക്ക് ഒത്തിരി ചാർജസ് കൊണ്ടുവരണം എന്ന് വിചാരിക്കുക. അതായത് ഈ ഒരു പോയിന്റ് പി എടുത്തു, ഈ പിയിലേക്ക് Q1 കൊണ്ടുവരാനുള്ള, Q1 ഇരിക്കുന്ന ദൂരം R1 ആണ്, Q2 ഇരിക്കുന്ന ദൂരം R2 ആണ്, Q3 ഇരിക്കുന്ന ദൂരം R3 ആണ്. ഇങ്ങനെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു പോയിന്റിൽ വരുന്ന ടോട്ടൽ പൊട്ടൻഷ്യൽ, ഒരുപാട് ചാർജ് ഉണ്ടെങ്കിൽ ചാർജ് കൊണ്ടുവരാനുള്ള ടോട്ടൽ പൊട്ടൻഷ്യൽ നമ്മൾ എഴുതുന്ന ഇക്വേഷൻ 1/, നമ്മൾ നേരത്തെ ഇലക്ട്രിക് ഫീൽഡിന് ഒരു സൂപ്പർ പൊസിഷൻ തത്വം നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെയാണ് ഇവിടെ ഇലക്ട്രിക് പൊട്ടൻഷ്യലിലും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. 1/4πε0 സമ്മേഷൻ, ഇതിന് സമ്മേഷൻ എന്ന് പറയും, QI ഡിവൈഡഡ് ബൈ RI. സമ്മേഷൻ I is equal to 1 to infinity. സമ്മേഷന്റെ മീനിങ് എനിക്ക് ഇങ്ങനെ എഴുതാം, 1/4πε0. ഇവിടെ I ആണ്. അപ്പൊ I സമ്മേഷന്റെ മീനിങ് എന്താണ്? പ്ലസ് എന്നുള്ളതാണ്. അപ്പൊ I എവിടെ തൊട്ട് എവിടെ 1 തൊട്ട് ഇൻഫിനിറ്റി വരെ. ഇതിപ്പോ കുറെ ഉണ്ടെന്ന് വിചാരിക്കാം, ഞാൻ 3 വരച്ചിട്ടുള്ളൂ. അപ്പൊ എനിക്ക് ഇങ്ങനെ എഴുതാം, Q1/R1 പ്ലസ് Q2/R2 പ്ലസ് ഇൻഫിനിറ്റി വരെ പോകും, എക്സെട്ര. അതാണ് ടോട്ടൽ പൊട്ടൻഷ്യൽ വരുന്നത്. ഒരു എന്താ പറയാ, നമ്മൾ Q1, Q2, Q3 ഇൻഫിനിറ്റി ചാർജ് ഉള്ള ഒരു സ്ഥലത്തെ കാര്യം പൊട്ടൻഷ്യൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെ വരും. ഇക്വേഷൻ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കും. മറ്റൊരു രീതിയിലും കൂടി ഈ ഇക്വേഷൻ സമവാക്യം നമുക്ക് എഴുതാം. ഇതിപ്പോൾ നമുക്ക് ഓരോരോ ചാർജ് വെച്ചിട്ടാണല്ലോ. ഇനി നമ്മൾ എടുക്കുന്നത് ഒരു യൂണിഫോം ഷെല്ലാണെന്ന് വിചാരിക്കാം. നമ്മൾ എടുക്കുന്നത് ഇങ്ങനത്തെ ഒരു യൂണിഫോം ഷെല്ലാണ്. ഇതിന്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്. അപ്പൊ ഇവിടെ നിന്ന് ഒരു ചാർജ്, ടോട്ടൽ ചാർജ്, ഈ ഷെല്ലിന്റെ ടോട്ടൽ ചാർജ് സ്മോൾ q ആണ് എങ്കിൽ ഇതിന്റെ പൊട്ടൻഷ്യൽ വരുന്നത് V is equal to 1/4πε0 Q by ക്യാപിറ്റൽ R. നമ്മൾ എടുക്കുന്നതിന്റെ റേഡിയസ് അനുസരിച്ചിട്ടിരിക്കും. അപ്പൊ ഇവിടെ Q എന്ന് പറയുന്നത് ഷെല്ലിന്റെ ചാർജ്, ക്യാപിറ്റൽ R നമ്മൾ എടുത്ത ഷെല്ലിന്റെ റേഡിയസ് ആണ്, അതായത് ആരം. ഇതൊരു ഷെല്ലിന്റെ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ ആണ്. ഇനി ഈ ഷെല്ലിന്റെ കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടി ഇവിടെ നോട്ട് ചെയ്യണം. ഷെല്ലിന്റെ ഉള്ളില് എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. പൊട്ടൻഷ്യൽ എവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ? പൊട്ടൻഷ്യൽ ആ സർഫസിൽ മാത്രം, ഉപരിതലത്തിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? പൊട്ടൻഷ്യൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഹോളോ ഷെല്ലായിരിക്കണം കേട്ടോ. അതായത് ഉള്ളു പൊള്ളയായിട്ടുള്ള, അതിനാണ് ഷെല്ലെന്ന് പറയുന്നത്. അപ്പൊ ഷെല്ലിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ഷെൽ എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. അപ്പോൾ ഷെല്ലിനുള്ളിൽ ഇലക്ട്രിക് ഫീൽഡ്, വൈദ്യുത മണ്ഡലം 0 ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് പൊട്ടൻഷ്യൽ എങ്ങനെയായിരിക്കും? പൊട്ടൻഷ്യൽ എങ്ങനെയായിരിക്കും വരിക? ഉപരിതലത്തിലായിരിക്കും, സർഫസിലായിരിക്കും ഉണ്ടാവുക.
ഉപരിതലത്തിലെ പൊട്ടൻഷ്യലിനോട് ഈക്വൽ ആയിരിക്കും. പൊട്ടൻഷ്യലിന് തുല്യമായിരിക്കും. സർഫസിലെ പൊട്ടൻഷ്യലും ഈ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത പൊട്ടൻഷ്യലും ഈക്വൽ ആയിരിക്കും. ഏത് കേസിൽ എന്തുകൊണ്ടാണ് ഈക്വൽ ആവുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഒരു ഷെല്ലിന്റെ ഉള്ളിൽ 0 ആയിരിക്കും. ഇത്രയും നമ്മുടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഒരു കാര്യം കൂടി നമുക്കത് പഠിക്കാനുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ എഴുതിയ ഇക്വേഷൻ നമുക്ക് ക്യാപിറ്റൽ ക്യൂ നമുക്ക് വേറെ ഒരു രീതിയിലും കൂടി, ഇതിപ്പോൾ നമ്മൾ എന്താണ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്മോൾ ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന ഷെല്ലിന്റെ ചാർജും, ഇവിടെ ക്യാപിറ്റൽ ആർ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഷെല്ലിന്റെ റേഡിയസും ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ മറ്റൊരു രീതിയിൽ ഞാനൊരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ക്യാപിറ്റൽ ക്യൂ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് പോയിന്റ് ചാർജ്. ക്യാപിറ്റൽ ക്യൂ പോയിന്റ് ചാർജ് കൊണ്ട് ആർ അകലത്തിൽ ഒരു ബിന്ദുവിന്റെ ഒരു പോയിന്റിൽ വരുന്ന പൊട്ടൻഷ്യൽ എന്ത് വരും? V is equal to, എനിക്ക് എങ്ങനെ എഴുതാം, 1/4πε0 Q divided by R വരും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇത് കോൺസ്റ്റന്റ് ആണ്. 1/4πε0 കോൺസ്റ്റന്റ് ആണ്. ഇവിടെ നമുക്ക് ആകെ വ്യത്യാസം, പൊട്ടൻഷ്യൽ എന്തിനെ വ്യത്യാസപ്പെടുത്തുള്ളൂ? ചാർജിന്റെ വലിയും ദൂരത്തിനനുസരിച്ചിട്ടാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ നമ്മൾ Q വലുതാകും തോറും, Q <0 ആണെങ്കിൽ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? പൊട്ടൻഷ്യലിന്റെ വാല്യൂ <0 ആയിരിക്കും. നമുക്ക് ഡിസ്റ്റൻസിന് വല്ല വ്യത്യാസമൊന്നും ഇല്ല എങ്കിൽ പൊട്ടൻഷ്യൽ ചാർജ് ഈക്വേഷനിൽ തന്നെ നമുക്കറിയാം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. പൊട്ടൻഷ്യൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q. പൊട്ടൻഷ്യൽ ഇസ് ഇൻവേഴ്സ്ലി നേരെ അനുപാതത്തിലും ചാർജിന് ദൂരത്തിന് വിപരീത അനുപാതത്തിലും ആയിരിക്കും. ഇത് നമ്മൾ വേറെ ഒന്നുമില്ല, നമ്മൾ ആ സ്മോൾ ക്യൂവിന് പകരം നമ്മളൊരു പോയിന്റ് ചാർജിനെ ക്യാപിറ്റൽ ക്യൂ എന്ന് അടയാളപ്പെടുത്തി. ആ പോയിന്റിൽ നിന്നുള്ള ദൂരം സ്മോൾ ആർ ആണെങ്കിൽ ഉള്ള പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ നമുക്ക് നേരത്തെ അറിയാവുന്ന ഇക്വേഷൻ തന്നെയാണ്. അപ്പം അതിൽ നിന്ന് എങ്ങനെയാണ് ഇത് ക്യൂവും ആറും ആയിട്ട് പൊട്ടൻഷ്യൽ ബന്ധം എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളതും പൊട്ടൻഷ്യലിന്റെ ഇക്വേഷനും ഡയമെൻഷൻ നോക്കി വയ്ക്കുക. പിന്നെ ഒരുപാട് ഒന്നിൽ കൂടുതൽ ചാർജ് ഉള്ളപ്പോൾ വരുന്ന പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ രണ്ട് രീതിയിൽ ഒരേ ഇക്വേഷൻ തന്നെയാണ്, പക്ഷെ നമുക്ക് രണ്ട് രീതിയിൽ. ഇപ്പൊ ക്യാപിറ്റൽ ആർ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഷെല്ലിന്റെ റേഡിയസ് ആണ്. സ്മോൾ ആർ നമ്മൾ എടുത്തിരിക്കുന്ന പോയിന്റും ചാർജും തമ്മിലുള്ള ദൂരം. രണ്ട് ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കും. അടുത്തതൊരു ഇക്വേഷൻ ആണ്. പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ്, അതങ്ങനെ തന്നെയാണ് മലയാളത്തിലും പറയുന്നത്. ഓക്കെ, പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇലക്ട്രിക് ഫീൽഡില് ദൂരത്തിനനുസരിച്ചിട്ട്
പൊട്ടൻഷ്യലിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ അളവാണ് അല്ലെങ്കിൽ നിരക്കാണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ ഇലക്ട്രിക് ഫീൽഡ് ദ വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ അക്കോർഡിംഗ് ടു ദ റേറ്റ് അല്ല ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ അക്കോർഡിംഗ് ടു ദ ഡിസ്റ്റൻസ്. റേറ്റ് എന്ന് പറഞ്ഞാൽ ടൈം കൂടി വരും. ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ അക്കോർഡിംഗ് ടു ഡിസ്റ്റൻസ്, അതിനെയാണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഡെഫിനിഷൻ എഴുതിയിട്ട് ഇക്വേഷൻ എഴുതാം. ഒരു വൈദ്യുത മണ്ഡലത്തിൽ ദൂരത്തിനനുസരിച്ച് പൊട്ടൻഷ്യലിൽ വരുന്ന മാറ്റം, അതിനെയാണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് dV/dr എന്നാണ്. dV/dr എന്നാണ്. ഇതിൻ്റെ യൂണിറ്റ് വരുന്നത് എന്തായിരിക്കും? പൊട്ടൻഷ്യൽ വോൾട്ടാണ്. വോൾട്ട് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് മീറ്ററിൽ. പൊട്ടൻഷ്യൽ യൂണിറ്റ് നമ്മൾ നേരത്തെ എങ്ങനെ എഴുതിയത് ഇവിടെ? ജൂൾ പെർ കൂളംബ് എന്ന് എഴുതി വോൾട്ടും എന്ന് പറയും കേട്ടോ. ഒരു വോൾട്ട് ഇവിടെ വോൾട്ട് പെർ മീറ്റർ വരും. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റും തമ്മിൽ റിലേഷൻ ഉണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി E is equal to minus dV/dr. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി is equal to വൈദ്യുത മണ്ഡല തീവ്രതയും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റും തമ്മിലുള്ള റിലേഷൻ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ പൊട്ടൻഷ്യൽ ഉപരിതലത്തിൽ സർഫസിലുള്ള പൊട്ടൻഷ്യലും ഷെല്ലിന്റെ ഉള്ളിലുള്ള പൊട്ടൻഷ്യലും ഈക്വൽ ആണെന്ന് പറഞ്ഞല്ലോ. ഏത് കേസിലാണ് നമ്മൾ വൈദ്യുത മണ്ഡലം ഷെല്ലിന്റെ ഉള്ളിൽ 0 ആകുന്ന സമയത്ത് ഷെല്ലിനുള്ളിൽ പൊട്ടൻഷ്യലും ഉപരിതലത്തിലെ പൊട്ടൻഷ്യലും തുല്യമായിരിക്കും. അപ്പൊ അതേപോലെ തുല്യമായിട്ടുള്ളൊരു പ്രതലം തന്നാൽ ആ പ്രതലത്തിലെ പൊട്ടൻഷ്യല് എല്ലാം തുല്യമാണെങ്കിൽ അത്തരം പ്രതലങ്ങളെ നമ്മൾ സമ പൊട്ടൻഷ്യൽ പ്രതലങ്ങൾ അല്ലെങ്കിൽ ഈക്വി പൊട്ടൻഷ്യൽ സർഫസസ് എന്ന് നമ്മൾ പറയും. അപ്പൊ അതും കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എന്താണ് ഈക്വി പൊട്ടൻഷ്യൽ സർഫസസ്? സമ പൊട്ടൻഷ്യൽ പ്രതലങ്ങൾ. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഒരു പ്രതലത്തിലെ ഒരു സർഫസിലെ എല്ലാ പോയിന്റ്സിലും എല്ലാ ബിന്ദുക്കളിലും ഒരേ പൊട്ടൻഷ്യൽ സെയിം പൊട്ടൻഷ്യൽ ആണെങ്കിൽ അങ്ങനത്തെ സർഫസസ് ആണ്, അത്തരം പ്രതലങ്ങളിലെയാണ് ഈക്വി പൊട്ടൻഷ്യൽ സർഫസസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് ഡെഫിനിഷൻ എങ്ങനെ പറയാം? ഒരു പ്രതലത്തിലെ എല്ലാ ബിന്ദുക്കളിലും ഒരേ പൊട്ടൻഷ്യൽ ആണെങ്കിൽ അതിനെ സമ പൊട്ടൻഷ്യൽ പ്രതലങ്ങൾ എന്ന് നമ്മൾ പറയും. ഈക്വി പൊട്ടൻഷ്യൽ സർഫസസ് എന്ന് നമ്മൾ പറയും. ഇനി ഇതിന്റെ പ്രത്യേകതകൾ, ഒന്ന്, ഇത് 2 ഡയമെൻഷനോ 3 ഡയമെൻഷനോ ആകാം. ഒരു പോയിന്റ് സൈസിൽ ഒരിക്കലും നമുക്കൊരു ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് പറയാൻ പറ്റില്ല. സർഫസ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരം പ്രതലങ്ങൾ, അതായത് സമ പൊട്ടൻഷ്യൽ പ്രതലങ്ങൾ ഏതൊക്കെയാണ്? 2 ഡയമെൻഷനോ 3 ഡയമെൻഷനോ ആകാം. അതായത് ദ്വിമാനമോ
ത്രിമാനമോ ആകാം. ഒരിക്കലും ഒരു പോയിന്റ് സൈസിന് ഒരു പോയിന്റ് സർഫസ് ഉണ്ടാവില്ല. ഒരു പോയിന്റിന് നമുക്കൊരിക്കലും ഒരു ഈക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇനി നമുക്കൊരു സർഫസ് ഉണ്ട്, ഒരു സമപൊട്ടൻഷ്യൽ സർഫസ് ഉണ്ടെങ്കിൽ ആ സമപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലംബമായിട്ടായിരിക്കും എന്ത് വരുന്നത്, ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ വൈദ്യുത മണ്ഡലം എന്തായിരിക്കും, പ്രതലത്തിന് ലംബമായിട്ടായിരിക്കും. എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദി ഈക്വിപൊട്ടൻഷ്യൽ സർഫസ്. കണ്ടുപിടിക്കുന്നത് അങ്ങനെയായിരിക്കും. നമുക്കൊരു സർഫസ് ഉണ്ടെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നത്. ഇനി ഒരു പോയിന്റ് ചാർജിൽ നമുക്കൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ടുണ്ടാകുന്ന ആ സമപൊട്ടൻഷ്യൽ പ്രതലത്തിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? ഇപ്പൊ നമ്മളൊരു പോയിന്റ് ചാർജ് ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഫീൽഡ് ലൈൻസ് ഒക്കെ വരച്ചു കഴിഞ്ഞ് നമുക്ക് പൊട്ടൻഷ്യൽ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, സമപൊട്ടൻഷ്യൽ ഈക്വിപൊട്ടൻഷ്യൽ വരയ്ക്കുകയാണെങ്കിൽ എന്തായിരിക്കും, ഒരു സ്ഫിയർ ആയിരിക്കും. അപ്പൊ എങ്ങനെയാണ്, ഒരു പോയിന്റ് ചാർജിന്റെ സമപൊട്ടൻഷ്യൽ പ്രതലം ഗോളമായിരിക്കും, സ്ഫിയർ ആയിരിക്കും. ഒരു പോയിന്റ് ചാർജിന് സ്ഫിയർ ആയിരിക്കും. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കുക. ഒരു പോയിന്റ് ചാർജിന് സ്ഫിയർ ആയിരിക്കും. ഇങ്ങനെയാണെങ്കിൽ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കാം? നമുക്കൊരു സ്ഥിതവൈദ്യുത കോൺസ്റ്റന്റ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡില് സ്ഥിതവൈദ്യുത മണ്ഡലത്തില് എങ്ങനെയായിരിക്കും സമപൊട്ടൻഷ്യൽ പ്രതലം വരുന്നത്? പ്ലാനാർ ആയിരിക്കും, പ്ലെയിൻ ആയിട്ടായിരിക്കും, പ്ലെയിൻ ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡില് സർഫസ് എങ്ങനെയായിരിക്കും? സർഫസ് പ്ലാനാർ ആയിരിക്കും. നമുക്ക് എങ്ങനെ വരയ്ക്കാമത്? ഞാൻ വരച്ചു കഴിഞ്ഞാല് ഇതിപ്പോ സ്ഥിതവൈദ്യുത മണ്ഡല രേഖകൾ വരയ്ക്കുകയാണ്. അങ്ങനെയുള്ള നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്ഥിതവൈദ്യുത മണ്ഡലമാണ്. ഇതിന് പ്ലാനാർ ആയിട്ടായിരിക്കും. ഇങ്ങനെയായിരിക്കും നമുക്ക് എന്താ വരാം, ഇത് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഇങ്ങനെയായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ദിശ വരുന്നത്. ഇങ്ങനെയായിരിക്കും ഇവിടുത്തെ സമ പൊട്ടൻഷ്യൽ പ്രതലം വരുന്നത്. അപ്പൊ ഒരു പോയിന്റ് ചാർജിന് ഒരു സ്ഫിയർ, ഒരു സ്ഥിതവൈദ്യുത മണ്ഡലം യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന് പ്ലാനാർ ആയിരിക്കും. പിന്നെ നമുക്ക് വരുന്ന മറ്റൊരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു രേഖീയ ചാർജ്, ഒരു ലീനിയർ ചാർജിന് എന്ത് ഷേപ്പ് ആയിരിക്കും? ലീനിയർ ചാർജ്, രേഖീയ ചാർജിന് അതിന്റെ സമപൊട്ടൻഷ്യൽ പ്രതലം എന്ന് പറയുന്നത് സിലിണ്ടർ ആയിരിക്കും, സിലിണ്ടറിക്കൽ ആയിരിക്കും. ഒരു ലീനിയർ ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. നമുക്കിതിങ്ങനെ വരയ്ക്കുകയാണ്.
എല്ലാം പോസിറ്റീവായിട്ടുള്ള ചാർജ് ഇങ്ങനെ നിരത്തി വച്ചിരിക്കുക. പോസിറ്റീവായിട്ടുള്ള ചാർജ് ഇങ്ങനെ നേർരേഖയിൽ ലീനിയർ ആയിട്ട് വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വരുന്നത് നമുക്ക് എങ്ങനെയായിരിക്കും, ഇത് കടന്നു പോകുന്ന ഒരു സിലിണ്ടർ ആയിരിക്കും. അതൊരു സിലിണ്ടർ ആയിരിക്കും നമുക്ക് ഒരു ലീനിയർ ചാർജിന് വരുന്ന സമപൊട്ടൻഷ്യൽ പ്രതലം. അപ്പോൾ നോട്ട് ചെയ്യേണ്ടത്, നമുക്കൊരു പോയിന്റ് ചാർജ് ആണെങ്കിൽ ഗോളമായിരിക്കും, സ്ഥിതവൈദ്യുത മണ്ഡലമാണെങ്കിൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ പ്ലാനാർ ആയിരിക്കും, ലീനിയർ ചാർജ് രേഖീയ ചാർജ് ആണെങ്കിൽ സിലിണ്ടറിക്കൽ ആയിരിക്കും. ഇത്തരം കാര്യങ്ങളൊന്ന് നോക്കി വെക്കും. നമ്മൾ മാക്സിമം ഒരു 15 മിനിറ്റ്സ് ആണ് കേട്ടോ, നമ്മൾ മാക്സിമം 45 to 50 മിനിറ്റ്സ് ആണ് ക്ലാസ്. ഞാനൊന്ന് ക്ലാസ് പറയാം. നമ്മൾ ഇന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ്, വൈദ്യുത മണ്ഡല രേഖകളെ കുറിച്ചാണ് നമ്മൾ ആരംഭിച്ചത്. അപ്പോൾ അതിനെ കുറച്ച് സവിശേഷത പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അടുത്തടുത്താണ് രേഖകളെങ്കിൽ അവിടെയുള്ള വൈദ്യുത മണ്ഡലത്തിൻ്റെ ബലം കൂടുതലായിരിക്കും. അകന്നകന്നാണ് രേഖകൾ ഇരിക്കുന്നതെങ്കിൽ അവിടെയുള്ള വൈദ്യുത മണ്ഡല ബലം കുറവായിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞത്, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് സ്ഥിത വൈദ്യുത മണ്ഡലം നമുക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് സമാന്തര പാരൽ ലൈൻസ് ആയിട്ടാണ് വരയ്ക്കുന്നത്. മണ്ഡല രേഖകളുടെ ഡെൻസിറ്റി സാന്ദ്രതയും അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി തീവ്രതയും നേരനുപാതത്തിലായിരിക്കും. പിന്നെ നമ്മൾ വരയ്ക്കുമ്പോൾ എപ്പോഴും ഒരു കണ്ടിന്യൂസ് കർവ്, ഒരു തുടർച്ചയായ വക്രരേഖകളായിട്ടായിരിക്കും. പിന്നെ ഒരിക്കലും രണ്ട് ഫീൽഡ് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ അതിൻ്റെ ഡയറക്ഷൻ എവിടെ നിന്നാണ്, ഒരു പോസിറ്റീവിൽ നിന്ന് ആരംഭിച്ച് നെഗറ്റീവിൽ അവസാനിപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ സ്ഥിതമണ്ഡലങ്ങളിലെ രേഖകൾ വരയ്ക്കുന്നത്. ക്ലോസ്ഡ് ലൂപ്സ്, ഒരിക്കലും ഒരു അടഞ്ഞ വലയമായിട്ട് ആയിരിക്കില്ല ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ, വൈദ്യുത മണ്ഡല തീവ്രതയുടെ ഇക്വേഷൻ, അതിൻ്റെ യൂണിറ്റ്, ഡൈമെൻഷൻ, അത് അദിശമാണോ സദിശമാണോ എന്നുള്ളത് നോട്ട് ചെയ്യുക. അതേപോലെ അതിൻ്റെ ഡെഫിനിഷനും നോട്ട് ചെയ്യാം. ഒരു വൈദ്യുത മണ്ഡലത്തിൽ ഒരു ബിന്ദുവിലേക്ക് ഒരു പോസിറ്റീവ് ചാർജ് പ്രയോഗിക്കുന്ന ബലമാണ് ഇലക്ട്രിക് ഫീൽഡ് വൈദ്യുത മണ്ഡല തീവ്രത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇക്വേഷനും ഒരു പോയിന്റ് ചാർജിനുള്ള ഇക്വേഷനും നമ്മൾ എഴുതി. പിന്നെ പൊട്ടൻഷ്യൽ, അതിൻ്റെ ഇക്വേഷൻ, യൂണിറ്റ്, ഡൈമെൻഷൻ, അദിശമാണോ സദിശമാണോ നോക്കുക. അതിൻ്റെ എങ്ങനെയാണ്, ഒരു അനന്തതയിൽ നിന്ന് നമുക്കൊരു സ്ഥിത വൈദ്യുത മണ്ഡലത്തിൽ ഇരിക്കുന്ന ഒരു ബിന്ദുവിലേക്ക് ഒരു പോസിറ്റീവ് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാനുള്ള പ്രവൃത്തിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതൊരു അദിശ അളവാണ്. അപ്പം അതിൻ്റെ 3 ഇക്വേഷൻസ്, അതായത് ഒരുപാട് ചാർജ് വരുമ്പോൾ ഉള്ള പൊട്ടൻഷ്യൽ ഇക്വേഷൻ, ഒരു ഷെല്ലിൻ്റെ പൊട്ടൻഷ്യൽ ഇക്വേഷൻ, നമ്മൾ ഒരു r എന്ന ദൂരത്തിലിരിക്കുന്ന ഒരു ചാർജിനെ ഒരു ബിന്ദുവിലേക്ക് കൊണ്ടുവരാൻ, Q എന്ന ചാർജിനെ ബിന്ദുവിലേക്ക് കൊണ്ടുവരാൻ വേണ്ട പൊട്ടൻഷ്യൽ. ഈ 3 സമവാക്യങ്ങളും പൊട്ടൻഷ്യലിനെ പഠിച്ചു വെക്കുക. പിന്നെ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്താണ്, ഒരു വൈദ്യുത മണ്ഡലത്തിൽ ദൂരത്തിനനുസരിച്ചിട്ട് ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസത്തിനെയാണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റും വൈദ്യുത മണ്ഡല തീവ്രതയും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി തമ്മിലുള്ള റിലേഷൻ നോക്കുക. പിന്നെ നമ്മൾ സമപൊട്ടൻഷ്യൽ സർഫസസ്, പ്രതലങ്ങൾ, ഈക്വിപൊട്ടൻഷ്യൽ സർഫസസ് നോക്കി. ഒരു പ്രതലത്തിൽ എല്ലാ പോയിന്റിലും എല്ലാ ബിന്ദുവിലും പൊട്ടൻഷ്യൽ തുല്യമാണെങ്കിൽ അത്തരം പ്രതലങ്ങളാണ് സമപൊട്ടൻഷ്യൽ പ്രതലങ്ങൾ എന്ന് പറയുന്നത്. അത് ഒരിക്കലും പോയിന്റ് സൈസ് അല്ല, 2 ഡയമെൻഷൻ 3 ഡയമെൻഷൻ ആകും. പിന്നെ നമ്മൾ കണ്ടുപിടിക്കുന്നത്, തീവ്രത കണ്ടുപിടിക്കുന്നത് ആ സർഫസിന്, ആ പ്രതലത്തിന് പെർപെൻഡിക്കുലർ ലംബമായിട്ടായിരിക്കും. 3 എണ്ണം പഠിച്ചു നമ്മൾ. പോയിന്റ് ചാർജ് ആണെങ്കിൽ സ്ഫിയർ ആയിരിക്കും, സ്ഥിത വൈദ്യുത മണ്ഡലമാണെങ്കിൽ പ്ലാനാർ ആയിരിക്കും ഷേപ്പ് വരുന്നത്, രേഖീയ ചാർജ് ലീനിയർ ചാർജ് ആണെങ്കിൽ സിലിണ്ടറിക്കൽ ഷേപ്പ് ആയിരിക്കും. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് പൊട്ടൻഷ്യൽ ഉള്ളത് പറയാനുള്ളത്. നമുക്ക് അടുത്ത ഫിസിക്സിന്റെ ക്ലാസ്സിൽ ഫ്ലക്സും ഗോസ് ലോയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇക്വേഷൻസ് ഇനി കൂടി വരികയാണ്. അപ്പോൾ എല്ലാം നന്നായിട്ട് പഠിക്കുക. ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഒരു മൊഡ്യൂൾ ഫിസിക്സിന്റെ ലൈവും ഒരു മൊഡ്യൂൾ കെമിസ്ട്രി ലൈവും അങ്ങനെ മിക്സ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. കെമിസ്ട്രി റെക്കോർഡഡും ഉണ്ടാവും, ഫിസിക്സും ഒരു മൊഡ്യൂൾ റെക്കോർഡഡ് ഉണ്ടാവും. പിന്നെ മൺഡേ നമ്മളൊരു എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടൈം ടേബിൾ നമ്മൾ എന്നാണ് പോർഷൻസ്, ഏതൊക്കെ ദിവസമാണ് റെക്കോർഡഡ്, ഏതൊക്കെ ദിവസമാണ് ലൈവ് എന്നുള്ളൊരു ഷെഡ്യൂളോ ഒരാഴ്ചക്കുള്ള ഷെഡ്യൂള് നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഗ്രൂപ്പിലും നിങ്ങൾ ഡിസ്കസ് ചെയ്യുക, ക്വസ്റ്റ്യൻസും അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ഗ്രൂപ്പ് കുറച്ചും കൂടി ആക്റ്റീവ് ആക്കാം. ഓക്കെ.
അടുത്ത ദിവസം ഞാൻ എന്നാ ക്ലാസ്സിനുള്ളത് സാറിനോട് കൂടി ഡിസ്കസ് ചെയ്തിട്ട് പറയാം. താങ്ക് യു ടീച്ചർ.